Hi all, our topic is system configuration. Configuration of the system is a most important task in Linux, and the configuration files are most of the configuration files are reside in /etc directory, /etc/sysconfig directory. Most of the system configuration files in Linux are reside in /etc/sysconfig directory. Then first one is configuration file for clock, /etc/sysconfig/clock is the configuration file for clock. Then the parameters in this file are, first one is UTC is equal to value. Here UTC means universal time clock. Value is either true or yes, or false or no. If the value is true, then the system sets universal time clock. Then if it's false or no, then system sets the local time. അതായത് UTCൻ്റെ വാല്യൂ അനുസരിച്ചാണ് സിസ്റ്റത്തിൻ്റെ ക്ലോക്ക് ടൈം സെറ്റ് ചെയ്യുന്നത്. UTC എന്നുള്ളത് ട്രൂ ഓർ യെസ് എന്നുള്ള ബൂളിയൻ വാല്യൂ. In some systems it's true, or in some versions it's yes. Both are used. വാല്യൂ ട്രൂ ഓർ യെസ് അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ എന്തായിരിക്കും, യൂണിവേഴ്സൽ ടൈം ക്ലോക്ക് ആയിരിക്കും സിസ്റ്റത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഫാൾസ് ഓർ നോന്നിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ എന്തായിരിക്കും, വാല്യൂ ലോക്കൽ ടൈം ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ നെക്സ്റ്റ് ഈസ് ARC. ARC value is either true or yes, or false or no. ARC is used in alpha BIOS systems. Then if it's true or yes, then the ARC console's 42-year time offset is in effect. It's only used in alpha based systems. Then next is zone. Zone value is a file name. It sets the time zone. Time zone means in India we can set Asia Calcutta region. Here given an example, zone is equal to America New York. It sets for America. Then we can set the zone time zone. ഇത് ടൈം സോൺ, അതായത് നമ്മുടെ റീജിയണൽ ടൈം സോൺ ഫയൽ, അതിൻ്റെ ഫയൽ നെയിമാണ് നമുക്ക് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യാൻ ടൈം റീജിയൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ UTC അതൊരു ഒരു ബട്ടൺ ആയിട്ടുണ്ട്. നമുക്ക് അത് ഏതൊരു UTC ഇൻസ്റ്റാളേഷൻ ടൈമിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഫയൽ കോൺഫിഗറേഷൻ മാറും. ദെൻ ടൈം സോൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിലാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ഏഷ്യ കൽക്കട്ട എന്നുള്ള ഒരു റീജിയനാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അതാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ദെൻ സോണിൻ്റെ എക്സാമ്പിൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫയൽ നെയിം America/New York അങ്ങനെയാണ് ഒരു ഫയൽ നെയിമായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ക്ലോക്ക് ഫയലിൽ വരുന്ന കുറച്ച് പാരാമീറ്റേഴ്സാണിത്: UTC, ARC, zone. Then next is configuration file for mouse, /etc/sysconfig/mouse is the configuration file for mouse. Then its parameters are, first is full name. Full name means name of the mouse, name of the configured mouse in the system. Then next mouse type. Mouse type means which mouse we are using in the system. Here value is one of the following. കുറേ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ മൗസ് ടൈപ്പ്. അതായത് നമ്മൾ മൗസ് ടൈപ്പിനനുസരിച്ച്, ഇപ്പോൾ നമ്മൾ USB മൗസ് ആണെങ്കിൽ, അതുപോലെ നമ്മളിപ്പം IMPS2 ഇതിലാണ് ജനറിക് USB മൗസ്. നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന മൗസ് IMPS2 എന്നാണ്. ജനറിക് USB വീൽ മൗസിൻ്റെ വാല്യൂ ആണ്, മൗസ് ടൈപ്പിൻ്റെ വാല്യൂ ആണ് IMPS2. ദെൻ മൈക്രോസോഫ്റ്റ് എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് മൗസ് ആണെങ്കിൽ മൈക്രോസോഫ്റ്റ്. ദെൻ PS2 എന്ന്
മൗസ് മീൻസ് PS2 എന്ന് നമ്മൾ USB അല്ലാണ്ട് പഴയ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി ഓൾഡർ ആയിട്ട് മുമ്പ് വരുന്ന മൗസ് ടൈപ്പ്. അതായത് ഒരു റൗണ്ട് പിന്നായിരിക്കും, അതിൽ കുറേ കണക്ഷൻസ് ഇല്ല ഒരു പിന്ന്. ആ പിന്നാണ് PS2 പിന്ന് പറയുന്നത്. ആ പിന്നില്ല, അത് ആ കണക്ഷൻ വരുന്ന മൗസാണ് PS2 മൗസ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു റൗണ്ട് ആയിരിക്കും നമ്മൾ മുമ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴാണ് USB മൗസ് വരാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് യൂസ് ചെയ്യുന്ന അതാണ് PS2 മൗസ് എന്നുള്ളത്. ആ പിന്നെ അത് യൂസ് ചെയ്യുന്ന മൗസാണ് PS2 മൗസ്. അതിൻ്റെ വാല്യൂ ലോജിടെക് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോജിടെക് മൗസ്. Then next is XCMU3 is equal to ഒരു വാല്യൂ. Then the values are either yes or no. If it's yes, then the mouse has only 2 buttons. The third button is an emulated button. അതായത് 2 ബട്ടൺസേ ഉണ്ടാവുള്ളൂ. തേർഡ് ബട്ടൺ ഒരു എമുലേറ്റഡ് ബട്ടൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ നോ ആണെങ്കിൽ എന്താ, യെസ് ആണെങ്കിൽ തേർഡ് ബട്ടൺ ഒരു എമുലേറ്റഡ് ബട്ടൺ ആയിരിക്കും. ദെൻ നോ ആണെങ്കിൽ മൗസിന് 3 ബട്ടൺസ് ഉണ്ടായിരിക്കും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മൗസിന് എത്ര ബട്ടൺസ് ഉണ്ട്. ഓക്കെ, ഇത് വാല്യൂ നോ ആണെങ്കിൽ 3 ബട്ടൺ മൗസ് ആയിരിക്കും. വാല്യൂ യെസ് ആണെങ്കിൽ 2 ബട്ടൺ മൗസ് ആയിരിക്കും. തേർഡ് ബട്ടൺ ഒരു എമുലേറ്റഡ് ബട്ടൺ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് ഡിവൈസ് ഈക്വൽ ടു വാല്യൂ. ദി നെയിം ഓഫ് ദി ഡിവൈസ്, നമ്മൾ ഏത് ഡിവൈസ് മൗസിൻ്റെ നെയിം, ഏത് ഡിവൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഡിവൈസാണ് അവിടെ കൊടുക്കുന്ന വാല്യൂ, ഡിവൈസ് വാല്യൂ. Then next is keyboard configuration file. Keyboard configuration file is /etc/sysconfig/keyboard. Then first one is keyboard type. Keyboard type ഒരു വാല്യൂ, അതിൻ്റെ വാല്യൂ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കീബോർഡ് ടൈപ്പ് ഈക്വൽ ടു സൺബാർ PC. സൺബാർ PC കൊടുത്തത് ഇപ്പം ആ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു സൺ സിസ്റ്റത്തിൻ്റെ ഒരു കീബോർഡ് PC കൊണ്ട് യൂസ് ചെയ്യുന്നത് PS ബാർ മൗസ് ടൈപ്പാണ്. അതിൻ്റെ കീബോർഡിൻ്റെ ടൈപ്പാണ്. കീബോർഡ് നിങ്ങൾക്കറിയാം, USB കീബോർഡ് ഉണ്ട്, PS2 കീബോർഡ് ഉണ്ട്. PS2 എന്ന് പറഞ്ഞാൽ PS2 പോർട്ട്, നേരത്തെ മൗസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ റൗണ്ട് പിൻ പോർട്ടിലെ ഇതാണ് PS2 കീബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് PC എന്ന് കൊടുത്താൽ PCൻ്റെ മീനിങ് PS2 കീബോർഡാണ്. PS2 പോർട്ടിൽ കണക്ട് ചെയ്ത് PS2 കീബോർഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, സൺ സിസ്റ്റത്തിൽ. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ബാർ PC എന്നാണെങ്കിൽ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ബാർ USB ആണെങ്കിൽ എന്തായിരിക്കും, മൈക്രോസോഫ്റ്റിൻ്റെ USB ടൈപ്പ് മൗസാണ് യൂസ് ചെയ്യുന്നത്. ദെൻ കീ ടേബിൾ എന്ന് പറയുന്നത് ഒരു ഫയലാണ്, കീ ടേബിൾ ഫയലാണ്. എക്സാമ്പിൾ കീ ടേബിൾ ഫയലിന് എക്സാമ്പിളാണ് /user/lib/ktable/us.map. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് കീബോർഡ് US ടൈപ്പ് കീബോർഡാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് കീ ടേബിളിൻ്റെ ഫയലിൽ സെറ്റ് ചെയ്യുന്നത്. ആ ഫയലിൻ്റെ നെയിം ആയിരിക്കും, കീ ടേബിൾ എന്ന് പറയുന്നത് ഒരു ഫയൽ നെയിം ആയിരിക്കും. നമ്മൾ സിസ്റ്റത്തിൽ VI എഡിറ്റർ വെച്ചിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ VI/etc/sysconfig/keyboard എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഈ ഡീറ്റെയിൽസ് ഏത് ടൈപ്പാണ്, കീബോർഡ് ടൈപ്പ്, കീ ടേബിൾ, അതിൽ പിന്നെ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പാരാമീറ്റേഴ്സാണിത്. പിന്നെ നിങ്ങൾ സിസ്റ്റത്തിൽ ലിനക്സ് ഉണ്ടെങ്കിൽ, ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതെല്ലാം. അതേപോലെ VI എഡിറ്റർ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക. അതുപോലെ ചിലത് കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഹാഷ് ഇട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഹാഷ് ഉള്ളതെല്ലാം കമൻറ്റ് ചെയ്ത്, നമ്മൾ പ്രോഗ്രാമെല്ലാം എഴുതുമ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ലേ, അതുപോലെ ഹാഷ്ഡ് ലൈൻസ് കമൻറ്റ് ചെയ്ത ലൈനായിരിക്കും. അത് എക്സിക്യൂട്ട് ആവില്ല, ജസ്റ്റ് റീഡ് ഓൺലി ആയിരിക്കും. അപ്പോൾ ഇനി പഠിക്കാനുള്ളത് നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ഫയൽസ് പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിലിടാം.